കുട്ടീസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, മക്കൾ എല്ലാവരും നല്ല അടിപൊളി പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ എക്സാം ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ മാത്സിന്റെ എക്സാം നിങ്ങൾക്കൊക്കെ പേടിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. സോ ഒന്നുകൊണ്ടും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും പറഞ്ഞു തരാനായിട്ട്. സോ നിങ്ങൾക്ക് എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ടേബിൾ ബേസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടേബിൾ ബേസ് ക്വസ്റ്റ്യനകത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതിനേക്കാൾ കൂടുതൽ ഒരു എക്സ്ട്രാ പോയിന്റും കൂടെ പറഞ്ഞു തരാനാണ് ഞാൻ വന്നത്. ഒരു പക്ഷേ ഇത് നിങ്ങൾ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ മേലോട്ട് നോക്കിയിരിക്കരുതല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യണം, നിങ്ങൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണം. സോ ഞാൻ സിമ്പിളായിട്ടൊരു നമ്പർ കാണിച്ചു തരാം, 12. അപ്പോൾ 12 നമുക്ക് എന്ത് ചെയ്യാം, പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ അറിയാം അല്ലേ. 12 നമുക്ക് എങ്ങനെ എഴുതാം, പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, 2 × 2 × 3 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇതാണ് പ്രൈം നമ്പറിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റിയത്. സോ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഒരു പക്ഷേ ഇങ്ങനെയാണെങ്കിലോ, നമ്മളോട് ചോദിക്കുന്ന ചോദ്യം 12ന്റെ ഘടകങ്ങളുടെ ആകെ എണ്ണം എത്ര എന്ന് ചോദിച്ചു. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണെന്ന് ചോദിച്ചു. 12ന്റെ ഘടകങ്ങൾ ആരൊക്കെയെന്നല്ല ചോദിച്ചത്, 12ന് എത്ര ഘടകങ്ങളുണ്ട്, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, 2 × 2 × 3 ആണ് നമുക്ക് കിട്ടിയത് അല്ലെ. 2 × 2 × 3. ഇതിൽ 2 എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, 2 തവണ. അപ്പൊ നമുക്ക് ചുരുക്കി ഇതിനെ എങ്ങനെ എഴുതാം, 2 സ്ക്വയർ എന്ന് എഴുതാം. 2യുടെ തലയുടെ മുകളിൽ 2ന്റെ പവർ ആയിട്ട് വന്നത് എത്രയാണ്, 2 ആണ്. കാരണം 2 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. 3 ഒരു തവണയല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് 3⁻1 എന്ന് കൊടുക്കാം. 3യുടെ തലയുടെ മുകളിൽ 1 ഉള്ളൂ, പവർ 1 ഉള്ളൂ. കാര്യം എന്താ, 3 ഒരു തവണ അവിടെ ഗുണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ചുരുക്കി എഴുതിയതാണ് 2² × 3⁻1 എന്ന്. സോ ഇനി അതിന്റെ പവർ ആയിട്ട് വന്ന തലയുടെ മുകളിൽ വന്ന നമ്പേഴ്സുകൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. ആരൊക്കെയാണ്, 2 and 1. സോ നിങ്ങളോട് ചോദിക്കുകയാണ് 12ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എളുപ്പത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഈ തലയുടെ മുകളിലുള്ള നമ്പർ കണ്ടോ, ആരാണ്, 2 and 1. 2ഉം 1ഉം ഇവരോട് 1 ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ആയി. ഇതാണ് ഇതിന്റെ ട്രിക്ക് കേട്ടോ. അപ്പൊ പവർ ആയിട്ട് വരുന്ന ആളോട് 1 ആഡ് ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ മുന്നേ ഒരു കണ്ടന്റിൽ പറഞ്ഞ കാര്യം കൂടിയാണ്. സോ എന്ത് വരൂടാ, 3 × 2 = 6 ഫാക്ടേഴ്സ് എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആകെ ടോട്ടൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, 6 ഫാക്ടേഴ്സ്. സോ ഇത് വെച്ചിട്ടുള്ള ടേബിൾ എപ്പോഴും ചോദിച്ചു വരുന്നത് കാണാറുണ്ട്. ഒരു പക്ഷേ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ പോകരുത്. സോ എക്സ്ട്രാ ഒരു നോട്ടായിട്ട് നിങ്ങൾ ഇത് ചെയ്തു വെച്ചോളാം. ഇത് നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റും കൂടിയാണ്. ഓക്കെ, നോക്കാം. 12 2 × 2 × 3 എന്ന് എഴുതാം. കണ്ടോ, അതിന്റെ 2നെ നമ്മൾ ഏത് രീതിയിൽ എഴുതിയടാ, ഇവിടെ 2 എന്ന് പറഞ്ഞാൽ 2⁻2 എന്ന് എഴുതാം. 3⁻1 എന്ന് എഴുതി. ഓക്കെ ആണേ. ഈ തലയുടെ മുകളിൽ വന്ന 2നെയും 1നെയും നമ്മൾ എന്ത് ചെയ്തു, 1 ആഡ് ചെയ്തു. കണ്ടോ, 2 + 1 1 + 1 എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 6 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കിട്ടി. ഇതുപോലെ അടുത്ത ടേബിളിലുള്ള ഒഴിഞ്ഞ ആളുകളെ കണ്ടുപിടിക്കണം. സോ ഇവിടെ സംഖ്യ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല, ഘടകങ്ങളുടെ എണ്ണവും തന്നിട്ടില്ല. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്, 3 × 5 × 5 × 5 ആണ് ആ നമ്പർ. സോ 3 × 5 × 5 × 5 ചെയ്താൽ എത്ര കിട്ടുമെന്ന് നോക്കുക നിങ്ങൾ. 5 × 5 25, 25 × 5 125. 125നെ നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 375 എന്ന് കിട്ടും. 375. അപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരം ആരാണ്, 375 ആണ്. ഇനി നിങ്ങൾ നോക്കിക്കേ, അവിടെ നമ്മൾ എഴുതിയ ഫാക്ടേഴ്സിനെ നോക്കിക്കേ, 3 ഒരു തവണയുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 3⁻1. 5 എത്ര തവണ ഗുണിക്കുന്നുണ്ട്, 3 തവണ. അപ്പൊ നമുക്ക് അതിനെ 5⁻3 എന്ന് എഴുതാം. കണ്ടോ, 3⁻1 × 5⁻3. ഇനി എന്ത് ചെയ്യാ, ഈ പവറിൽ വന്ന നമ്പർ, പവറിൽ വന്ന 1ഉം 3ഉം നിങ്ങൾ നോക്കുക. 1ഉം 3ഉം നമ്മളെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ 1നോട് 1 സെക്കൻഡ്, ഈ 1നോടും 3നോടും 1 ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നോക്കിക്കേ, 1നോട് 1 ആഡ് ചെയ്തു, 3നോട് 1 ആഡ് ചെയ്തു, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്ത് വരും, 2 + 4 = എത്ര കിട്ടൂടാ, 2 + 4 അല്ലേ, 2 × 4 = 8 ഫാക്ടേഴ്സ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവണം. അപ്പൊ ഇത് ഒരു എക്സ്ട്രാ നോട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ABC ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ആയിട്ട് ചോദിച്ചാൽ എന്റെ മക്കൾ ഇത് ചെയ്യാതായി പോകരുത്. അടുത്ത നോക്കിക്കേ, 108നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം, നിർബന്ധമായിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് 108നെ എങ്ങനെ എഴുതും, സിമ്പിൾ അല്ലേ. 108നെ ഞാൻ എന്ത് ചെയ്യണം, ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണേ. എങ്ങനെ എഴുതാം, 2 × 54 എന്ന് എഴുതാം. 2 × 54 എത്രയാണ്, 108 ആണ്. അപ്പൊ അടുത്ത് എങ്ങനെ എഴുതാം, എനിക്കിതിനെ 2 ×
27 എന്ന് എഴുതാം. 27 എനിക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം ഇവിടെ? 3 × 9 എന്ന് എഴുതാം. 9 വീണ്ടും ഞാൻ 3 × 3 എന്ന് എഴുതി. അപ്പൊ നമുക്ക് ഇതിൽ പ്രൈം നമ്പേഴ്സിനെ മാത്രം സെലക്ട് ചെയ്യാം. ആരാണ്? 2, 2, 3, 3, 3. ഇതാണ് 108ന്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെ? ആരാണെടാ? 2 × 2 × 3 × 3 × 3 ഇവരാണ് 108 അല്ലെ? അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് അതെ എണ്ണം കിട്ടിയിട്ടുണ്ട്. 2 × 2 × 2 × 2 × 3 × 3 × 3. ഓക്കെ, അപ്പൊ ഞാനതിവിടെ ഫില്ല് ചെയ്യാണ്. 2 × 2 × 3 × 3 × 3 എഴുതുന്ന ആളൊന്നും ഇവിടെ ബോർഡിൽ അങ്ങോട്ട് വരുന്നില്ല. ഓക്കെ, അപ്പൊ 2 എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടടാ? 2 നമുക്ക് 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം? 2² എന്ന് എഴുതാം. 2ന്റെ പവർ ആയിട്ട് 2 എഴുതാം. അതേപോലെ തന്നെ 3 എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്? 3 തവണ. സോ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 3³ എന്ന് എഴുതാം. ഓക്കെ, ഇതേപോലെ സിമ്പിൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ്. 108ന് എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പവർ ആയിട്ട് തന്ന നമ്പേഴ്സിനോട് 1 ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എന്ത് വരും? 2 + 1 ഉം 3 + 1 ഉം ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടും. ഓക്കെ, നോക്കടാ, 2 + 1 3 + 1 മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരോടാ? 3 × 4 12 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കിട്ടി. സോ ഇതേ മെത്തേഡിൽ നിങ്ങൾ ലാസ്റ്റിലുള്ള നമ്പറിന്റെ ആൻസർ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. സോ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ബട്ട് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പോയിന്റും കൂടിയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു കാര്യം പറയുന്നില്ല. ഘടകങ്ങൾ ആരൊക്കെ എന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നുള്ളൂ. എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ പറയുന്നില്ല. ബട്ട് ക്രിസ്മസ് എക്സാം ഏത് രീതിയിലുള്ള ചോദ്യം വരും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇതൊരു ട്രിക്കാണ്, നിങ്ങൾ പഠിച്ചു വെച്ചോളാം. അപ്പൊ എന്തായാലും മക്കൾ എന്ത് ചെയ്യുക? ഇതൂടെ പഠിച്ചിട്ട് എക്സാമിന് പോവാ. നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ളത് എന്ത് ചോദിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ആൻസർ എഴുതണം. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ട് പഠിച്ചോളാം. എക്സാം സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ ആരും യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട. ഇന്ന് 7 മണിക്ക് നമുക്കൊരു മെഗാ മാരത്തോൺ ഉണ്ട്. സോ നിങ്ങൾക്ക് ചോദിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ഇറക്കും. എന്റെ മക്കൾ പഠിച്ചിട്ട് തന്നെ പോകും. ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കണ്ട. നാളത്തെ എക്സാം സിമ്പിൾ ആക്കി തരാം. ഓക്കെ, അപ്പൊ 7 മണിക്ക് മെഗാ മാരത്തോണിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. ബൈ ബൈ.